എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം എനിക്ക് ഒരു വാതിൽ തുറക്കണം. ഇന്ന് അങ്ങനെ ഒരു സന്ദേശമാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 9-ാം വാക്യം. എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലർ ഉണ്ട്. ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒരു വാതിൽ തുറന്നു തരണമെന്ന്. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ വാതിൽ അടഞ്ഞുപോയി. ആ അടഞ്ഞുപോയ വാതിൽ ഇനി ഒരിക്കലും തുറക്കാതെ വണ്ണം ചിലരത് താഴിട്ട് പൂട്ടിക്കളഞ്ഞു. നിന്റെ വാതിലുകളെ അടച്ചിട്ട് താക്കോലുമായി മാറി നിന്ന് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ദൈവവചനം നിനക്ക് ഉറപ്പ് തരിക, സ്തോത്രം, നിനക്ക് മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നു വെക്കാൻ പോകും. ദൈവം വാതിൽ തുറന്നു വെച്ചാലുള്ള പ്രത്യേകത എന്താ? വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റും. ധന്യനായ പൗലോസ് പ്രിയ, എതിരാളികൾ പലരുണ്ട്. എതിരികൾ വരുന്ന എപ്പോഴാ? നിനക്കൊരു വാതിൽ തുറക്കുമ്പോഴാണ്. നിനക്ക് നന്മയുണ്ടാകുമ്പോൾ, നിന്റെ വീട് അഭിവൃദ്ധിപ്പെടുമ്പോൾ, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ എതിരാളികൾ ഉണ്ടാകും. എതിരാളികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ഭയപ്പെടാൻ കാരണം എന്താ? ആ എതിരാളികൾ എന്റെ വാതിൽ അടയ്ക്കുമെന്ന. ഒട്ടും കുലുങ്ങണ്ട. നിന്റെ വാതിൽ ദൈവം തുറന്നതാണെങ്കിൽ, ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റും. ആരെല്ലാം ശ്രമിച്ചാൽ, സ്തോത്രം. ചിലർ വാതിൽ അടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിയ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമിഷ്യൻ ചക്രവർത്തി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവിടം കൊണ്ട് നീ അവസാനിച്ചോണം, ഇനിയും നിനക്ക് തിരിച്ചു വരാനൊരു വാതിലില്ല. പക്ഷെ ദൈവം അവിടെ ചെയ്ത് കേൾക്കണോ? ലോകത്തിൽ ആർക്കും തുറക്കാത്ത സ്വർഗീയ വാതിൽ യോഹന്നാന്റെ മുമ്പിൽ തുറന്നിട്ടു. സ്തോത്രം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളത്തിനൊത്തൊരു മഹാശബ്ദം, ഇവിടേക്ക് കയറി വരിക. ദൈവം തുറന്ന വാതിലേക്ക് കയറി വരിക. ദൈവം ഇന്ന് വചനത്തിൽ കൂടെ ഉറപ്പ് തരിക, ആരെല്ലാം നിന്റെ മുമ്പിൽ വാതിലടച്ചാലും ദൈവം തുറന്നിട്ടാൽ അതടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഡൊമിഷ്യന്റെ രാജ്യത്തേക്കുള്ള വഴി അടയ്ക്കാൻ പറ്റും. പക്ഷേ യോഹന്നാന് സ്വർഗീയ വാതിൽ തുറന്നിട്ടു. യാക്കോബിന് സ്വന്തം വീടിന്റെ വാതിൽ അടഞ്ഞു. പക്ഷെ ദൈവം സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടു. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. സ്തോത്രം. നിനക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറക്കാൻ പോകാം. എതിരാളികൾ പലരുണ്ട്, പേടിക്കരുത്. നിന്റെ വാതിലടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്ന സ്തോത്രം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് നിന്റെ ദിവസമാണ്, ഇത് നിന്റെ നാളുകളാണ്. നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ ദൈവം തുറക്കുന്നു. ഗോഡ് ബ്ലസ് യു.